ഒന്നാം ഘട്ടം ഗതി നിർണ്ണയിക്കുമെന്നുള്ളത് തന്നെയാണല്ലോ. ഇപ്പോൾ 102 മണ്ഡലങ്ങളിലേക്കാണ് അതിനിർണായകമാണ് ബിജെപിയെ സംബന്ധിച്ചായാലും എൻഡിഎയെ സംബന്ധിച്ചായാലും അതോടൊപ്പം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചായാലും. തമിഴ്നാട്ടിൽ 39, രാജസ്ഥാനിലെ 25, 25-ൽ 18, യുപിയിൽ 8 മണ്ഡലങ്ങൾ, പശ്ചിമബംഗാളിൽ 42-ൽ 3 അരുണാചൽ, മേഘാലയ എന്നിവിടങ്ങളിൽ 2 വീതം സീറ്റിലേക്ക്, അസം, മഹാരാഷ്ട്ര 5, ബീഹാറിൽ 4 മധ്യപ്രദേശിൽ 6 ഉത്തരാഖണ്ഡിലും 8 ഇവിടെയാണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. അപ്പോൾ രണ്ട് കൂട്ടർക്കും അനുകൂലവും പ്രതികൂലമായ ഒരുപാട് ഘടകങ്ങൾ ഇവിടെ നിൽക്കുന്നു. ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രതിച്ഛായ പ്രശ്നമാണ്. അപ്പുറത്ത് കോൺഗ്രസിന് അതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അപ്പോൾ പരമാവധി പ്രതിപക്ഷ കക്ഷികളെ ഒരുമിപ്പിച്ചിട്ടുള്ള പോരാട്ടമാണ്. ഇതിപ്പോൾ ഇന്ത്യ മുന്നണി പറയുന്ന തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാത്ത ഒരു കാലത്തിലേക്ക് പോകുന്നു എന്ന ആശങ്കയാണ് അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ തമ്മിൽ ശരിയല്ലാത്ത രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് പോകുന്നത്. അത് പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളാകുന്നു, രാഹുൽ ഗാന്ധി ആകുന്നു, അപ്പുറത്ത് പിണറായി വിജയനാകുന്നു എന്നുള്ളതാണ്. പിണറായി വിജയൻ ഇന്ന് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ വാചകങ്ങൾ ഇതാണ്. വാചകങ്ങൾ കൃത്യമായി പറയുകയാണെങ്കിൽ, പരിഹാസരൂപേണ ഇന്നലത്തെ പ്രതികരണത്തിന് തുടർച്ചയായാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കളുടെ പഴയ പേര് ആവർത്തിക്കാൻ ഇടവരുത്തരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പഴയ പേര് എന്താണ് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. പഴയ പേര് VS ഉന്നയിച്ചിരുന്ന അമൂൽ ബേബി എന്നതായിരിക്കില്ല എന്നുള്ള തന്നെയാണ് കോൺഗ്രസും കാണുന്നത്. പപ്പു എന്ന വിളി, അതാണല്ലോ ഒരു പരിഹാസം കുറച്ചുകൂടി കൂടുതലുള്ളത്. അപ്പോൾ ആ പേര് നേരത്തെയും CPM പ്രയോഗിച്ച സാഹചര്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പപ്പു വിളിയോടുകൂടി തന്നെ ഒരു മുഖപ്രസംഗം ദേശാഭിമാനിയിൽ വന്നിരുന്നു. പിന്നീട് അത് പിഴവാണ് എന്ന് കണ്ടുകൊണ്ട് അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ പ്രതികരണം ദേശാഭിമാനി നടത്തിയിരുന്നു. അപ്പോൾ പാർട്ടി തന്നെ ആ വിളി ശരിയല്ല എന്ന വിലയിരുത്തലേക്ക് വരികയും ആ പേര് BJP സ്ഥിരമായി ഉന്നയിച്ചിരുന്ന ആ പേര് എടുത്ത് പ്രയോഗിക്കുകയും ചെയ്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വീണ്ടും പിണറായി വിജയൻ ഇങ്ങോട്ട് എടുത്ത് പറയുമ്പോൾ, പേര് പറഞ്ഞിട്ടില്ല എങ്കിലും അതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്താണ് അതുകൊണ്ട് വ്യക്തമാക്കുന്നത്? ഇതിപ്പോൾ ഇവിടെ മാത്രമല്ലല്ലോ, ദേശീയ തലത്തിലും പിണറായി വിജയനും രാഹുൽ വേഴ്സസ് പിണറായി വിജയൻ എന്ന രൂപത്തിലേക്ക് എന്ന ചർച്ചകൾ പോയി കഴിഞ്ഞിരിക്കുന്നു. ആ ചർച്ചയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയായില്ല, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളും 2021-ലായാലും 19-ലായാലും ഇവിടെ വന്ന് പ്രചാരണം നടത്തുന്ന ഘട്ടത്തിലൊന്നും തന്നെ പിണറായി വിജയനെയോ ഇടത് സർക്കാരിനെയോ ആ രൂപത്തിൽ വിമർശിച്ചിട്ടില്ല. ദേശീയ തലത്തിലെ കാര്യങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു പ്രതികരണത്തിലേക്ക് അദ്ദേഹത്തിന് പോകാൻ ഇടവന്നത്, അദ്ദേഹത്തിന് ചിലപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യം ഇവിടുത്തെ നേതാക്കൾ ആ തരത്തിൽ വിശദീകരിച്ചുകൊണ്ട് അതിൽ പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം. പക്ഷേ അത് തിരിച്ചടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. CPM അതിനെ വേറെ രൂപത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അത് യഥാർത്ഥത്തിൽ ആരെയാണ് സഹായിക്കുക എന്നുള്ളത് രണ്ടു കൂട്ടരും ആലോചിക്കേണ്ടതാണ്. ഇനി കൃത്യം 6 ദിവസമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. ഇപ്പോൾ 6 ദിവസത്തിനിടയ്ക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഒന്നാം ഘട്ടത്തിൽ കേരളത്തിന് പുറത്ത് രാഹുൽ ഗാന്ധിയെ CPM വിമർശിക്കുമോ എന്നൊരു ചോദ്യവും പ്രധാനമായിട്ടും ഉയരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ട ഈ പ്രത്യേക ഘട്ടത്തിൽ, ഈ ഒന്നാം ഘട്ടത്തിൽ തന്നെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ DMKയുടെ പിന്തുണയോടുകൂടിയാണ് തമിഴ്നാട്ടിൽ ഇന്ന് മത്സരിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. അതേപോലെ തന്നെയാണ് രാജസ്ഥാനിലെ സീക്കാറിൽ CPM മത്സരിക്കുന്നു, കോൺഗ്രസിൻ്റെ പിന്തുണയോടെയാണ്. അപ്പോൾ ആ പിന്തുണ അവിടെ ആവശ്യവുമാണ്. പുറത്ത് രാഹുലിനെ ആ രൂപത്തിൽ CPM പറയുകയുമില്ല. പക്ഷേ ഇവിടെ കേരളത്തിലേക്ക് എത്തുമ്പോൾ BJP സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ആ പ്രയോഗത്തിലേക്ക് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുകയാണ്. BJP പോലും ഇപ്പോൾ ഉപേക്ഷിച്ച ആ പ്രയോഗത്തിലേക്ക് പിണറായി വിജയൻ വരികയാണോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അപ്പുറത്ത് BJPക്കെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്ന രാഷ്ട്രീയ നേതാവ് ആരാണ്? ദേശീയ തലത്തിൽ അത് രാഹുൽ ഗാന്ധിയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ദേശീയ തലത്തിൽ CPMനും അതിന് തർക്കമുണ്ടാകില്ല. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര, അത് 2ാം ഘട്ടം നടന്ന യാത്ര, ആ യാത്രയിൽ എങ്ങനെയാണ് അദ്ദേഹം കടന്നുപോയതെന്നും ഇവിടെ മതേതരത്വം നിലനിർത്താൻ വേണ്ടിയും ജനാധിപത്യം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയും ഏതൊക്കെ രൂപത്തിൽ അദ്ദേഹം പ്രതികരിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. BJP ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വേട്ട നടത്തിയിട്ടുള്ള പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യം നമുക്കറിയാം. ഓരോ സംസ്ഥാനങ്ങളിലും കേസുകൾ കൊടുത്തുകൊണ്ട് പാർലമെൻറ്റ് അംഗത്വം ത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള നടപടികൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മുടെ മുന്നിൽ തന്നെയുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ 76-ലെ കാര്യങ്ങളൊക്കെ, അടിയന്തരാവസ്ഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്, അതായത് ജയിലിലേക്ക് പോകാൻ ഇപ്പോഴത്തെ CPM നേതാവ് ജയിലിലേക്ക് പോകില്ല, BJPയുടെ പിന്തുണയുള്ളതുകൊണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മൂമ്മ ചെയ്ത കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ ജയിലിൽ കിടന്ന കാര്യം ഇവിടെ പിണറായി വിജയൻ ഓർമ്മിപ്പിക്കുന്നു. അടിയന്തരാവസ്ഥ കാലം ഇപ്പോൾ ഓർമ്മിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യം ഉണ്ട്. അത് എന്തുകൊണ്ടാണ് ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ്. അപ്പോൾ ആ രൂപത്തിൽ ചർച്ച കൊണ്ടുപോകേണ്ടതിന് പകരം വേറൊരു രൂപത്തിലേക്ക്, ആരാണ് എതിരാളി എന്ന് മറന്നുകൊണ്ടുള്ള രൂപത്തിലേക്ക് ചർച്ചകൾ പോകുന്നത് ഒരു
പ്രസംഗം പോകുന്നതൊക്കെ അപകടകരമാണ്. ഏതായാലും ഇനി 6 ദിവസമേ ബാക്കിയുള്ളൂ. ഇതിലൊരു മാറ്റം വരുത്തുമോ രണ്ടു കൂട്ടരും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. Meet the editors.